വിമോചന സമരം കാണിച്ച് ഉമ്മാക്കി കാട്ടേണ്ട എന്നൊക്കെ പറഞ്ഞ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയുടെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? ജീർണിച്ച കേരളത്തിന്റെ ഓരോ മേഖലകളും ലോകത്തിന് മാതൃകയായിരുന്ന കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ നിലയിലേക്ക് ഉയർന്നു എന്ന് നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖല, അതുപോലെ തന്നെ കേരളത്തിൽ വരുന്ന കാസർഗോഡ് മുതൽ യാത്ര ചെയ്ത് 8ാമത്തെ ജില്ലയായിട്ടുള്ള തന്റെ മാതൃജില്ല കൂടിയായിട്ടുള്ള എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഒരു യാഥാർത്ഥ്യമായി മാറി ഒരു ഭരണപ്രവർത്തനം ആത്മാർത്ഥവും സത്യസന്ധവും സുതാര്യവുമായിരിക്കുമെന്ന ഒരു വാക്ക് ഞാൻ നൽകിയിരുന്നു. ഞാൻ ഒരിക്കൽ കൂടി അത് ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ പൊതുപ്രവർത്തനം, എന്റെ രാഷ്ട്രീയ പ്രവർത്തനം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഈ പുതുയുഗ യാത്രയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അദ്ദേഹം കേരളത്തിന്റെ പൊതു മനസാക്ഷിക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള നിലപാടുകളാണ്. ആ നിലപാടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മതേതരത്വത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കും എന്നുള്ളതാണ്. എങ്കിൽ ഈ മൂവാറ്റുപുഴ കേരളത്തിന്റെ ഏറ്റവും വലിയ മതേതര മനസ്സിനെയാണ് പ്രകടിപ്പിക്കുന്നത് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മതേതര ആശയങ്ങളുമായി മൂവാറ്റുപുഴ ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ നെഞ്ചിലേക്ക് നമ്മൾ പുതുയുഗ യാത്രയുമായി മുന്നോട്ട് പോവുക.